ഷഹാദത്ത് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് സുന്നി വിഭാഗത്തെക്കാളും ശക്തമായി ഷീ പൊളിറ്റിക്കൽ തിയോളജിയിൽ വളരെ രൂഢമൂലമായ ഒരു കൺസെപ്റ്റാണ്. കാരണം കർബല സംഭവം അല്ലെങ്കിൽ അതിനു മുമ്പ് ഹസ്രത്ത് അലി, ഇമാം അലിയുടെ അദ്ദേഹത്തിന്റെ രക്തസാക്ഷിത്വവും അതിനുശേഷം അദ്ദേഹത്തിന്റെ പേരക്കുട്ടി, അദ്ദേഹത്തിന്റെ മകൻ ഹുസൈനിന്റെ രക്തസാക്ഷിത്വവും ഷീ പൊളിറ്റിക്കൽ തിയോളജിയുടെ അടിസ്ഥാനമായി മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അല്ലാമ ഇക്ബാലിനെ പോലുള്ള കവികൾ ഹർ കർബലെ കെ ബാദ് ഇസ്ലാം സിന്ദാ ഹോത്താ ഹെ എന്ന രീതിയിലുള്ള കവിതകൾ എഴുതുന്നത്. അതായത് ഓരോ കർബലയ്ക്ക് ശേഷവും അല്ലെങ്കിൽ അതുപോലുള്ള ഓരോ സംഭവങ്ങൾക്ക് ശേഷവും ഇസ്ലാം വിജയിച്ചു തന്നെ നിൽക്കുമെന്ന് പറയുന്ന ഒരു ആശയം കവിതകളിലേക്ക് കൊണ്ടുവരുവാനും, അല്ലെങ്കിൽ വളരെ സുന്നി ലോകത്തെ വളരെ പ്രമുഖരായ പണ്ഡിതന്മാരിൽ പ്രത്യേകിച്ച് മൗലാന മൗദൂദിനെ പോലുള്ള ആൾക്കാർ ഷഹാദത്ത് ഇമാം ഹുസൈൻ എന്ന പേരിൽ രചനകൾ നിർവഹിക്കുവാനും, അതിന് കാരണം അതൊരു ഷീ സുന്നി വ്യത്യാസത്തിനേക്കാളും അപ്പുറം ഇസ്ലാമിക ലോകത്തെ തന്നെ പ്രധാനപ്പെട്ട ഒരു ആശയമായി ഷഹാദത്ത് മാറി എന്നുള്ളത് കൊണ്ടാണ്. അത് പ്രധാനമായ കാരണം ഈ ഒരു ആശയത്തിൽ നിന്ന് തന്നെയാണ് ഷിയഈ വിഭാഗം അവരുടെ പൊളിറ്റിക്കൽ തിയറിയുടെ അടിസ്ഥാനമായി ഷഹാദത്ത് സ്വീകരിക്കുന്നത്. നമ്മൾ ചരിത്രത്തിൽ തന്നെ നോക്കുമ്പോൾ ഈ ഇസ്നാ അശരികൾ എന്ന് വിളിക്കുന്ന വിഭാഗമാണ് ഇറാനെ ഭരിക്കുന്നത്. അവരുടെ ചരിത്രത്തിലെ പല ഇമാമുമാരും കൊലയപ്പെട്ടതായി നമുക്ക് കാണാം. അതുകൊണ്ട് തന്നെ അവർ പിൽക്കാലത്ത് ഈ ഇമാമുമാരുടെ രക്തസാക്ഷിത്വത്തെ, ഷഹാദത്തിനെ അവർ പ്രധാന ഊർജമായും സോഴ്സായും കൊണ്ടു നടന്ന് നമുക്ക് കാണാം. അതുകൊണ്ട് തന്നെ ആയത്തുള്ള അലി ഖാംനയുടെ ഈ വധവും ഷഹാദത്തായി മാറുകയും ഇനി വരും കാലങ്ങളിൽ ഷീയകളുടെ പൊതുവായ രീതി അനുസരിച്ചുകൊണ്ട് ഈ രക്തസാക്ഷിത്വം അവർക്ക് കൂടുതൽ ഊർജം നൽകുകയും അവരുടെ ഭരണ സംവിധാനമോ അവരുടെ ചിന്താരീതികൾക്ക് കൂടുതൽ പ്രാബല്യം നൽകുകയും ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്കാണ് മാറുന്നത്.